സുഹൃത്തുക്കളെ, എല്ലാവർക്കും വളരെ ശ്രദ്ധയോടെയുള്ള ഒരു ചെറിയ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വചനോത്സവം മുതൽ കൃപാസനം വരെ ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ തികച്ചും സാങ്കല്പികമേ അല്ല, മറിച്ച് നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയത്തിലെ വചനോത്സവത്തിലേക്ക് വരേണ്ടി വരും. 1950കളിലാണ് തൃശ്ശൂർ ഈങ്ങാലക്കുട അതിരൂപതയുടെ കീഴിൽ കോട്ടയം ആശ്രമം എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപം കൊള്ളുന്നത്. വിൻസീഷ്യൻ സഭയുടെ, റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വിൻസീഷ്യൻ സഭയുടെ ആണ് ഇതിൻ്റെ കൺട്രോള്. ആദ്യ സമയത്ത് തികച്ചും ലളിതമായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കുന്ന ചെറിയ മോട്ടിവേഷനോ അതല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്യാവശ്യം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ 1977 ആയപ്പോൾ അതിൻ്റെ രൂപം മാറുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന മുരിങ്ങൂര് കോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയും ഫാദർ മാത്യു നായ്ക്കാമ്പറമ്പൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഹ പ്രവർത്തകരായി ജോർജ് പനക്കൽ, മാത്യു ഇലവെങ്കിൽ, അങ്ങനെ കുറേ അനേകം ആളുകൾ വന്ന് അതൊരു വലിയ ബൃഹത്തായ സംവിധാനമായി മാറുന്നത് 1977 ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ഒരാവിർഭാവം ഉണ്ടാവുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. ഇപ്പോൾ കേരളത്തിലൊരു 12-15 ഇനത്തിലുള്ള പെന്തക്കോസ്ത് സഭകളുണ്ട്. ഈ സഭകളുടെ രോഗശാന്തി ശുശ്രൂഷ ജനങ്ങളിൽ വളരെ ആകർഷകമായി തോന്നുകയും ക്രിസ്ത്യൻ സഭയിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നും ഒരു ജനത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്ന ഒരു കാഴ്ച തെക്കൻ ജില്ലകളിൽ, വടക്കോട്ടെന്ന് പറയാൻ പറ്റില്ല, തെക്കൻ ജില്ലകളിൽ നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ, എറണാകുളം വരെ, തൃശ്ശൂർ വരെ എടുത്താം. ഈ ജില്ലകളിൽ അതിലേക്കുള്ള ഒരു ഒഴുക്ക് ഉണ്ടായി. ഇപ്പോഴും ചെറിയ ശതമാനമേ ഉള്ളൂ, എന്നാലും ഒരു ഒഴുക്ക് ഉണ്ടായതായിട്ട് ക്രിസ്ത്യൻ സഭയ്ക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ പ്രത്യേകത പെന്തക്കോസ്തുകാരും അന്നത്തെ ഈ കത്തോലിക്ക സഭയിൽ നമ്മളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കത്തോലിക്ക സഭയ്ക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ മരണശേഷമോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴോ കിട്ടുന്ന ഒരു സംവിധാനമാണ്. പെന്തക്കോസ്ത് സഭകളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെ ഇന്ന് പണിയെടുത്താൽ ഇന്ന് വൈകുന്നേരം റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനം. അതങ്ങനെ വരുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് ആൾക്കാർ ആകർഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് തോന്നിയത് ഈ ഒഴുക്ക് തുടർന്നാൽ ചിലപ്പോൾ സമുദായത്തിനോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ പരിവേഷത്തിനോ ചോദ്യചിഹ്നമായി മാറാം എന്നുള്ള ഒരു ഉൾക്കാഴ്ചയിൽ നിന്നാണ് അവരുടെ ആ ശൈലിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒരു ധ്യാന വചന പ്രഘോഷണ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മുരിങ്ങൂര് കോട്ട ദീപേൻ ധ്യാന കേന്ദ്രം ഫാദർ മാത്യു നായ്ക്കാമ്പറമ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വർത്തമാനകാലത്ത് നമുക്കറിയാം, ഒരു 10-20 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള ആളുകൾക്കറിയാം, അതിനുശേഷമുള്ള പ്രചരണങ്ങൾ വളരെ വിപുലമായിരുന്നു. ദിവസവും എല്ലാ ദിവസവും ധ്യാനങ്ങൾ, അത് ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രമാവാം, അതല്ലെങ്കിൽ ആഴ്ചകൾ നീളുന്ന ധ്യാന ശുശ്രൂഷകൾ ഉണ്ടാവാം. ഇപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മൾ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് എറണാകുളത്താണ്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരാഴ്ച നീണ്ടിരിക്കുന്ന വചനപ്രഘോഷണ രോഗശാന്തി ശുശ്രൂഷകൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിന് പോയിട്ടുള്ള ആളാണ്, വിശ്വാസിയായിട്ട് പോയതല്ല, നമ്മളവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സമയത്തെല്ലാം ഒരാഴ്ചത്തെ ഈ പറയുന്ന വളരെ കൂടിയ വെളിച്ചത്തിൽ, ഉയർന്ന ശബ്ദത്തിൽ, വളരെ താളമേളങ്ങളോടുകൂടി അവർ നടത്തുന്ന ഒരു സംഗീത നിശ പോലെ തോന്നുമെങ്കിലും ബൈബിൾ പ്രഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയുടെ അവസാനം
അവിടെ വന്നിരിക്കുന്ന രോഗികൾക്ക് കർത്താവിൻ്റെ ആ ശ്രദ്ധ കിട്ടി ആ അസുഖം മാറി എന്ന് അവിടെ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ വിളിച്ചു പറയുകയോ അവർ തന്നെ സാക്ഷിയായിട്ട് എണീറ്റ് നിൽക്കുകയോ ഇന്ന സ്ഥലത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പരിപാടിയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികൾ മുഴുവൻ അവരുടെ മാധ്യമങ്ങൾ, അന്ന് അവരുടെ മാധ്യമമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന വചനോത്സവം എന്ന് പറയുന്ന മാസികയിൽ. കണ്ടെന്ന് അറിയാൻ പാടില്ല, എന്നാലും മുൻപ് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അത്. മനോരമ മാതൃഭൂമിയൊക്കെ വരുന്ന പോലെ ഇത് ഏകദേശം ഒരു രൂപത്തിലാണ്. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഈ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനോത്സവ മാസികയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സ്ഥിരമായിട്ട്. ഇത് വരിക മാത്രമല്ല, ഇതിൻ്റെ വ്യക്തികളുടെ ഫോട്ടോ ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, അവർക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ വെച്ചിട്ടാണ് വരിക. അപ്പൊ ഇതിന് ശേഷം ഈ വചനോത്സവം മാസിക എന്ന് പറയുന്നത് പണ്ടമാൻ നമ്മളന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാലത്തിന് ശേഷമുള്ളവർക്കും അറിയാൻ പറ്റും. അന്നത്തെ ആശുപത്രികളിലെ നിർദ്ധനായ വ്യക്തികള്, കുടുംബങ്ങള്, സമൂഹത്തിൽ ജനങ്ങൾ വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം രോഗം അനുഭവിക്കുന്ന, രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ 10 പൈസ മേടിക്കാതെ ഇത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം അന്ന് കേരളത്തിലെ കന്യാസ്ത്രീകളടക്കമുള്ള ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തികൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതിങ്ങനെ വന്ന് 96 മെയ് മാസം ആ മാസികയിൽ ഒരു എല്ലാം അറിയുന്ന ദൈവം എന്ന് പറയുന്ന അതാണ് ഈ പറയുന്ന പങ്ക്തിയുടെ ഇത്. അതിനകത്ത് ഫോട്ടോ വെച്ചിട്ട് ഒരാളുടെ പടവും അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടും വരികയാണ്. ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ പേര് KJ ചാക്കോ എന്നാണ്. കുരീക്കൽ ഹൗസ്, കിഴക്കമ്പലം എന്ന് പറയുന്ന ആളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർത്തമാനകാലത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 80 വയസ്സായ ഒരു വൃദ്ധനാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വൃദ്ധനിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിനകത്തൊരു അതിങ്ങനെയാണ്, ഞാൻ ചെറുതായിട്ട് വായിക്കാം. അത് മുഴുവൻ പോകുമെന്ന് അറിയാൻ പാടില്ല, ഞാൻ കുറച്ച് സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒന്ന് ഓടിച്ച് വായിച്ചു പോവാം. എല്ലാം അറിയുന്ന ദൈവം, അതിനകത്ത് പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. എനിക്ക് ചെറുപ്പം മുതൽ വിട്ടുമാറാത്ത പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളോടും ഒരുതരം വെറുപ്പായിരുന്നു. പ്രാർത്ഥിക്കുന്നതോ പള്ളിയിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. എല്ലാ ദുശ്ശീലങ്ങളും ഉണ്ടായിരുന്നു. 30-ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ ഞാൻ നന്നാവും എന്നായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസം. പക്ഷേ ഞാൻ പഴയലും വഷളാവുകയാണ് ഉണ്ടായത്. അതങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയും, എനിക്ക് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും കൂടിയപ്പോൾ ഇന്നിപ്പോൾ ഉള്ള പഴങ്ങനാട് സമരീറ്റിന് ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. പക്ഷേ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കോളേജ് മെഡിക്കൽ മിഷൻ, എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഇവിടെ എല്ലാം പരിശോധന നടത്തി. ഇവർക്ക് ഒന്നും അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് പറയുന്ന സാക്ഷ്യം. അങ്ങനെ എനിക്കൊരു സുഹൃത്ത് വഴി, അതാണ് ഈ പറഞ്ഞു തന്ന കാര്യം. സുഹൃത്ത് വഴി അദ്ദേഹം ഗൾഫിൽ പോയി. അസുഖത്തിനൊരു കുറവുമില്ല. അദ്ദേഹം അസുഖത്തിന്റെ കാലിനെ കൊണ്ട് തിരിച്ചു വരികയുണ്ടായി. ഈ അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തക്കാരൻ, അമ്മായിയുടെ മകൻ കൊണ്ടുവന്ന വചനോത്സവം മാസിക വായിക്കാനായിട്ട് അദ്ദേഹം അവസരം കിട്ടി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത്രയും നാളും കർത്താവ് എന്നെ പരീക്ഷിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ഞാനും ഭാര്യയും മക്കളും കൂടി പോട്ട ആശ്രമത്തിൽ പല പ്രാവശ്യം പോവുകയും വചനം ശ്രവിക്കുകയും ചെയ്തു. ഒരു ശനിയാഴ്ച ഞങ്ങൾ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിട്ടുമാറാത്ത നെഞ്ചുവേദനയും ശ്വാസതടസ്സവുമുള്ള ഒരാളെ യേശു സുഖപ്പെടുത്തുന്നു എന്ന് മാത്യു ഇലവകൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരുടെ ഒരു ശൈലിയാണത്. പറഞ്ഞു, ആ സമയം എൻ്റെ ശരീരത്തിൽ നിന്നും ആവി പറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കർത്താവ് ഒരു പുതിയ ജീവിതം എനിക്ക് തന്നതായി ഞാൻ അറിഞ്ഞു. അതിൽ പിന്നീട് എനിക്ക് ശ്വാസതടസ്സമോ നെഞ്ചുവേദനയോ ഉണ്ടായിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം ചെയ്താണ്. അതിനുശേഷം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എൻ്റെ പഴയ ജീവിത രീതികൾ വിട്ട് ഞാനൊരു പുതിയ ജീവിതം നയിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. KJ ചാക്കോ, കുരീക്കൽ വീട്, കിഴക്കമ്പലം, PO, ആലുവ. ഇതാണ് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിവുള്ളവരാണ്, ഇവിടെ ഇന്ന് പരിപാടിക്ക് വന്നില്ലെന്നേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്. അപ്പൊ ഇത് വചനോത്സവ മാസികയിൽ അടിച്ചു വന്നു. അനേകമായിരം ആളുകൾക്ക് ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത വ്യതിയാനങ്ങൾ സമൂഹത്തിൽ വളരെ ഒരു ചലനമുണ്ടാക്കി എന്നാണ് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ വിശ്വാസികളെ പ്രചരിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൊട്ടുപറയുക അദ്ദേഹം പറയാണ്, ഈ ലേഖനം വന്നതിന് പിറകെ 17/5/96 കോട്ടയിലെ വചനോത്സവം പത്രാധിപർക്ക് KJ ചാക്കോ ഒരു കത്ത് കൂടി അയച്ചു.
അതിൻ്റെ സംക്ഷിപ്ത വിവരം ഞാൻ ചെറുതാണെന്ന് വായിക്കാം. അതിങ്ങനെയാണ്. മെയ് മാസം ലക്കത്തെ ഈ പറയുന്ന അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലേഖനവും അതോടൊപ്പം പുള്ളി ഒരു ഒബ്ജക്ഷൻ കൂടി പത്രാധിപർക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: വചനോത്സവം പത്രാധിപർക്ക് ഫോട്ടോ സഹിതം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന എൻ്റെ അത്ഭുത രോഗശാന്തി 1996 മെയ് മാസത്തിൽ നിങ്ങളുടെ വചനോത്സവം മാസികയിൽ 7-ാം പേജിൽ എല്ലാം അറിയുന്ന ദൈവം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചത് അതിന് നന്ദി. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടനാ അനുശാസനം അനുസരിച്ച് ഈ എളിയവന്റെ കടമ നിർവഹണത്തിന്റെ ഭാഗം തനതായ രീതിയിൽ നിർവഹിച്ചതായിരുന്നു ഞാൻ അയച്ചു തന്ന അത്ഭുത രോഗശാന്തി. ശാസ്ത്രീയ മനോഭാവവും മാനവികതയും അന്വേഷണത്വരതയും വളർത്തി നവോത്ഥാനത്തിന്റെ അന്തസത്ത വികസിപ്പിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. അതിനകത്ത് അദ്ദേഹം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന അതനുസരിച്ച് ഞാൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്: എനിക്ക് വചനോത്സവത്തിൽ വന്നുകൊണ്ടിരുന്ന രോഗശാന്തി ശാസ്ത്രീയമല്ലെന്നും ക്ഷിപ്രവിശ്വാസികളായ ലോലമനസ്കരെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് കൃത്രിമ മാർഗത്തിൽ കൂടി ഉണ്ടാക്കുന്ന വെറും സാങ്കല്പിക തോന്നലുകളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ സങ്കല്പത്തിൽ രോഗശാന്തി ഉണ്ടായതായി അയച്ചു തന്നപ്പോൾ എല്ലാം അറിയുന്ന ദൈവം വസ്തുത അറിയാതെ പോയത്. ചുരുങ്ങിയ പക്ഷം ആയത് പ്രസിദ്ധീകരിക്കാനുള്ള സന്ദേശമെങ്കിലും സ്ഥിരമായി നിങ്ങൾ സമ്പർക്കം പുലർത്തുന്നു എന്ന് പറയുന്ന ആ ദൈവം അഥവാ കർത്താവ് നിങ്ങൾക്ക് നൽകേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്ജക്ഷൻ കൂടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനാണ്: നിങ്ങൾ ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ സത്വര നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയണത്. അത് ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതിന് കൃത്യമായ ഒരു പരീക്ഷണങ്ങളോ പഠനങ്ങളോ ഇല്ലാതെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിനുശേഷം ഇത് വന്നതിന് ശേഷം ഒറ്റ കാര്യം മാത്രം ഉണ്ടായി. വചനോത്സവക്കാർ പിന്നെ പറഞ്ഞു, ആരെങ്കിലും ഇതുപോലെ അയക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഇടവക പള്ളി വികാരിയുടെ കത്ത്, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒരു കത്തും കൂടി ഇതിലൂടെ വെക്കണം, അല്ലാത്തവ സ്വീകരിക്കുന്നതല്ല എന്ന് പറയുകയും തുടർന്നും നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് അത് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇത് നടക്കുന്നുണ്ടായിരുന്നു, കാരണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് നിലവിലുണ്ട്. അതിൽ ഒന്ന്, വിദേശ നാണ്യ ചട്ടങ്ങളുടെ ലംഘനം, രോഗികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു, സൈക്കാട്രി ആയിട്ട് വരുന്ന രോഗികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു, ആശ്രമ പരിസരത്ത് ഒട്ടനവധി അജ്ഞാത മൃതദേഹങ്ങൾ കാണുന്നു. ഇതിനൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുകയാണ്. ഇന്ന പ്രശ്നങ്ങൾ ഇന്ന ആശ്രമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹൈക്കോടതി അത് 2010 ജനുവരി 15 അത് ആക്ഷനായിട്ട് എടുത്തിട്ട് സർക്കാരിനോട് അതിനൊരു നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുകയും ഹൈക്കോടതിയിലെ പൊതു താല്പര്യ ഹർജി പരിഗണിക്കുകയും അന്വേഷണത്തിന് IG വിൻസെന്റ് M പോൾ, വളരെ ഫേമസ് ആയ ഒരാളാണ്, എന്ന ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ഒരു SIT രൂപീകരിക്കുകയും FIR രജിസ്റ്റർ ചെയ്ത് ആശ്രമത്തിലെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്നത്തെ മാധ്യമങ്ങൾ, അന്ന് TV ഒന്നും അത്ര വ്യാപകമാണെന്ന് പറയാൻ പറ്റില്ല, പത്രമാധ്യമങ്ങൾ ഈ വിവരം പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. സഭയുടെ പ്രബലമായ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നത് ഞങ്ങൾക്ക് തർക്കമില്ല. കാലം മുമ്പോട്ട് പോകുന്നു. പഴയ പ്രതാപം ഇല്ലെങ്കിലും കോട്ടയം ആശ്രമം ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. അതിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ച് ഇപ്പോൾ വർത്തമാനകാലത്ത് എത്തുന്നതിനകത്ത്
പോപ്പുലറായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് കൃപാസനം. ആലപ്പുഴ ലത്തീൻ രൂപതയുടെ കീഴിൽ കലവൂർ കേന്ദ്രമായി രജിസ്ട്രേഷൻ നമ്പർ 690/92 നമ്പറിൽ ഫാദർ VT ജോസഫ് ആത്മീയ സാംസ്കാരിക വേദി കേന്ദ്രമായി രജിസ്റ്റർ ചെയ്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ കലാരൂപങ്ങളുടെ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. കൃപാസനം എന്ന് പറയുന്ന ഒരു മാധ്യമം. ആദ്യകാലത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോട്ടയം ആശ്രമം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ കൗൺസിലിംഗ് മാത്രമായിട്ടായിരുന്നു ഇവരുടെയും ദൗത്യം. 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 കൃപാസന അൾത്താരയിൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കൃപാസന ഡയറക്ടറും വികാരിയുമായ VT ജോസഫ് അവകാശപ്പെടുകയും പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന തീരദേശ വിശ്വാസികളെ ദുരിതമകറ്റാൻ വേണ്ടി മാതാവിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയും മാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ ഇതിന് തെളിവായി ഉയർത്തി കാണിച്ച് കൃപാസനം പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രമാക്കാനും VT ജോസഫിനും സത്വര അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അനുചര വൃന്ദങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് വർത്തമാനകാലത്ത് നമ്മൾ അറിയേണ്ടതാണ്. ഈ പ്രത്യക്ഷപ്പെടലിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ അതും കൂടി വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് കൃപാസനം അൾത്താരയിൽ നടന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ അത്ഭുത സംഭവം നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ അന്വേഷണ പഠനം നടത്തി തിരുസഭാ സമക്ഷം ദൈവഹിതം വെളിവാക്കുന്നതിന് വേണ്ടി ആലപ്പുഴ രൂപതാ അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയൽ പിതാവിന് കൃപാസനം ഡയറക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ അന്വേഷണ പഠനത്തിന് സഹായകരമായ അനുബന്ധ രേഖകൾ അടങ്ങിയ 329 പേജുള്ള അപേക്ഷയോട് കൂടിയുള്ള ബൈൻഡ് ചെയ്ത പഠനകേന്ദ്രം 2016 ജൂലൈ 20 വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ വെച്ച് സമർപ്പിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യമോ അല്ലെങ്കിൽ സഭ കൊടുക്കുന്ന പ്രാധാന്യമോ ചെറുതായിട്ട് കാണേണ്ടതില്ല എന്നാണ് ഞാൻ അതിനുവേണ്ടി ഒരു ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. ഇനി അതങ്ങനെ കഴിഞ്ഞു പോകുന്നു. 2004 ഡിസംബറിൽ നമുക്ക് ഏവർക്കും നമ്മൾ ചുരുങ്ങിയ സമയം 22 വർഷം മുമ്പുള്ള കഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ വലിയ ഒരു സുനാമി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയും ഇന്ത്യ അടക്കം 13 രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി നമുക്കറിയാം. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ സുനാമി കുത്തൊഴുക്കിൽപ്പെട്ട് നഷ്ടങ്ങൾ അനവധിയായിരുന്നു. ലോകത്ത് 2,26,408 പേര് മരിക്കുകയും ഇന്ത്യയിൽ 10,000 പേര് മരിക്കുകയും കേരളത്തിൽ 236 മനുഷ്യജീവനുകൾ പൊലിയുകയും ചെയ്ത ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ ഈ അടുത്ത സമയത്ത് നടന്ന ഈ സുനാമി. കൊല്ലവും ആലപ്പുഴയും അടക്കമുള്ള തീരദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. കൊല്ലം അഴീക്കൽ മാത്രം 143 പേരോളം മരിച്ചു. 236 പേരിൽ 147 മരിച്ചത് കൊല്ലത്താണ്. 2004 വരെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളി എന്ന അവകാശവാദം മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് ഫാദർ VP ജോസഫ് സുനാമിയിൽ സ്വത്ത് നഷ്ടപ്പെട്ടു, സർവ്വവും നഷ്ടപ്പെട്ടു, ജീവൻ നിലനിർത്തിയ കടലോര വിശ്വാസികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ആ ലോല മനസ്സിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കൃപാസനം മാതാവ് തങ്ങളെ കാത്തു എന്ന പ്രചരണം നടത്തി കൂടുതൽ വിശ്വാസികളെ ഈ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുകയും ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അതിൽ പോവുകയാണെങ്കിൽ ബ്ലോക്കാണ്, നമുക്കറിയാം. ഞാൻ പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. കൂടാതെ കൃപാസനം പത്രം വഴി, ആ പത്രം ഇവിടെ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്നാലും വെറുതെ ഒന്ന് കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഈ പത്രം. ഇത് പണ്ട് വചനോത്സവക്കാരൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിർബന്ധമായിട്ടൊന്നും അല്ലെങ്കിലും വളണ്ടറി ആയിട്ട് ആളുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ഇത് കൊടുക്കുന്ന ആൾക്ക് അവിടെ ചെല്ലുന്ന ഒരു അംഗത്തിന് ഇത്ര എണ്ണം വെറുതെ കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്താലും അവർക്ക് എണ്ണം കൂടുതൽ കൊടുക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറയുന്നത് അതതിൻ്റെ ഒരു ടെക്നിക്കാണ്. അതിനുശേഷം അത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് 2017 ഒക്ടോബറിലാണ് VP ജോസഫിന്റെ ബുദ്ധിയിൽ കണ്ടുപിടിച്ച പുതിയ കണ്ടുപിടുത്തം വരികയും മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ നമ്മുടെ കേരളത്തിലെ വർത്തമാനകാലത്തിലെ ഒരു വലിയ പ്രശ്നമാണത്. നമ്മൾ മനഃശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ പ്രശ്നം വരികയും കൃപാസനം പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു അതിൻ്റെ ഒരു
കോപ്പി അവർക്ക് കൊടുക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഈ മരിയൻ ഉടമ്പടിയെ പറ്റിയിട്ട് അന്നത്തെ മെത്രൻ, രൂപതാ മെത്രൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ പറയാം. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പുരോഹിതനാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സ്വീകരിച്ച ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്തുവിനുള്ള ജീവിതം നയിക്കുന്ന വിശുദ്ധനായ ഒരു വൈദികൻ. അദ്ദേഹം പ്രചോദിപ്പിക്കപ്പെട്ട പ്രചോദനാണ്. വചനത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട അനേകം വ്യക്തികളെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയയാൾ. അദ്ദേഹത്തെ ശ്രവിക്കുന്നതിനായി കലവൂരിലുള്ള ധ്യാനകേന്ദ്രത്തിൽ എത്തുന്ന ആയിരങ്ങളെ കണക്കിലെടുത്താൽ മതി. അവരെല്ലാം അദ്ദേഹത്തിന്റെ വചനം കേട്ട് ദൈവത്താൽ പ്രചോദിക്കപ്പെട്ടു ധ്യാനകേന്ദ്രം വിട്ടുപോകുന്നു. രൂപാന്തരം പ്രാപിച്ച വ്യക്തികളായാണ് അവർ വിട്ടുപോകുന്നത്. അദ്ദേഹം സൗഖ്യമാക്കപ്പെട്ട സൗഖ്യദായകനാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വഴി അനേകം പേർക്ക് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് ചെറിയൊരാളല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, കോഴിക്കോട് രൂപതാ മെത്രാൻ, KCBC തിയോളജി കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ചെറിയ ആളല്ല. അവരെല്ലാം ഒരു സ്ഥാപനത്തിന്റെ വക്താക്കളായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അതങ്ങനെ നടക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോൾ യൂട്യൂബ് തുറന്ന് വെറുതെ മരിയൻ ഉടമ്പടി മാത്രം എടുത്തു കൊടുത്താൽ അനേകം ദൃക്സാക്ഷികളായ ആൾക്കാരുടെ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ വരും. അതിനകത്ത് 6 നിബന്ധനകൾ പാലിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ മെഴുകി കത്തിച്ചാൽ പോരാ, നീല കളറുള്ള തിരി കത്തിക്കണം എന്നതിനകത്ത് പറയുന്നുണ്ട്. സന്ധ്യക്കാണെങ്കിൽ പച്ച തിരി കത്തിക്കണം. മെഴുകുതിരിക്ക് വരെയും മാതാവിനോട് അടുപ്പമുള്ള ചില കാര്യങ്ങളൊക്കെ അവർ വച്ചിരിക്കണം. പച്ചത്തിരി കത്തിക്കുക, നീലത്തിരി കത്തിക്കുക, അതൊക്കെ ഓരോ സമയത്ത്. രാവിലെ നീലത്തിരി, വൈകുന്നേരം പച്ചത്തിരി. ഇനി ഇത് കൂടാതെ കാശ് രൂപം, എണ്ണ, പത്രം, മാസിക, ഇതെല്ലാം ഓരോരോ ഐറ്റംസ് ആണ്. ഇപ്പൊ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ തേച്ച് അസുഖങ്ങൾ വന്നാൽ പ്രാർത്ഥിച്ചാലും മാറും. ഇനി അതുകൂടാതെ ഇങ്ങനെ വ്യവസായമായിട്ട് അതിന് ചുമ്മാ തരല്. ഇത് അവിടെ മെമ്പർഷിപ്പ് ഉടമ്പടി എടുക്കണമെങ്കിൽ നമുക്ക് അതിന് ഫീസുണ്ട്. 90 ദിവസത്തേക്കാണ് ഉടമ്പടി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അത് കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡോക്ടറെ കാണാൻ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാ പുതുക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണ്ടേ? 15 ദിവസം 30 ഇത് പൈസ കൊടുക്കണം. അങ്ങനെ പുതുക്കുമ്പോൾ അവർ 25 ഉടമ്പടി ഈ വചനോത്സവം മാസിക നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അത് നമ്മൾ കൊടുക്കണം പല സ്ഥലത്തായിട്ട്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുന്നവർക്ക് അനുഗ്രഹമൊക്കെ ഉണ്ടെന്ന് അവരത് പറയുന്നുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടും, എക്സ്ട്രാ ആണ് അതൊക്കെ. അപ്പോൾ ഇത് നടന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താ? 2018 ലോകം മുഴുവൻ കോവിഡ് പടർന്നു പിടിക്കാൻ. കോവിഡ് നമ്മൾ തൊട്ടടുത്തുള്ള സംഭവം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തോരം ദുരിതം അനുഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയാം. അത് നമ്മളെ കൊണ്ട് എത്തിച്ച എവിടെയാ? ഒന്ന് സാനിറ്റൈസർ, മാസ്ക്, ഓൺലൈൻ മാധ്യമങ്ങൾ. നമ്മൾ പോലും പല പരിപാടികളും നമ്മൾ നടത്തിയിട്ടുള്ള ക്ലബ് ഹൗസിനകത്താണ്. എന്ന് വെച്ചാൽ ചെന്ന് ഒരാളുടെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ തുമ്മാൻ പറ്റില്ല, ചുമയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വന്നപ്പോൾ ഓൺലൈൻ. അപ്പോൾ ആ ഓൺലൈൻ അതിനുശേഷം അവർ വന്ന ഒരു പുതിയ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ബുദ്ധിയിലുണ്ടായ ഒരു കാര്യമാണ് ഓൺലൈൻ മരിയൻ ഉടമ്പടി പ്രാർത്ഥന. ഈ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാം, പുറത്തേക്കും പോയേ വേണ്ട. ഇതിനും 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെ നിയോഗങ്ങളാണെന്നുള്ള പറയുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന പ്രാർത്ഥന അഭ്യർത്ഥനയിലൂടെ ഭാഗമായി കൃപാസന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉടമ്പടി സാക്ഷികൾ ഷെയർ ചെയ്യണം. ഇതുവരെ അവരുടെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് 1.32 മില്യൺ ആണ്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം പറ്റും? നമ്മൾ സാധാരണ ഒരു ചാനലിനൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞത് എടുക്കുന്നവരെല്ലാവരും അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ കുത്തകയുടെ കാശ് കിട്ടുമെന്നുള്ളത് വേറെ കാര്യം, അത് കിട്ടുമായിരിക്കാം. ഇവർക്കല്ലേ കിട്ടുള്ളൂ, VP ജോസിനെ കിട്ടുള്ളൂ, അതേക്കാണ് അതിൻ്റെ ആള്. അപ്പോൾ 1.32 മില്യൺ വ്യൂവേഴ്സ് അതിനകത്ത്, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനുണ്ട്, വ്യൂവേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് അതിന് പൈസ കിട്ടും. ഈ പൈസ എല്ലാം അവിടെ പോകുന്നുണ്ട്, വിശ്വാസികൾക്കല്ല, ഇതെല്ലാം സ്ഥാപനത്തിനാണ് കിട്ടുക. ഇത് അവിടെ നടന്നിട്ടുള്ള ചില ചുരുക്കം കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് ഒരു സ്ത്രീ നമുക്ക് കുപ്രസിദ്ധിയായതാണ്. മകളുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ കുറേ നാൾ നോക്കിയിരുന്നപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങൾ ഈ കൃപാസന പത്രം അരച്ച് കലക്കി ചമ്മന്തിയായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ അമ്മച്ചി മകളുടെ സ്നേഹം കൊണ്ടോ അതോ ബോധക്കേട് കൊണ്ടോ കുറേ ദിവസങ്ങളായിട്ട് ചമ്മന്തിയിൽ ഈ കൃപാസന പത്രം അരച്ച് കലക്കി കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വയറുവേദനയായി, പ്രശ്നമായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു എന്ത് നിങ്ങൾ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞില്ല. അവസാനം എന്തായാലും പരിശോധന നടത്തിയപ്പോൾ കിട്ടി, പേപ്പറിൻ്റെ ഐറ്റംസ് വയറ്റിലുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമായപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതൊന്നും കഴിക്കാനേ പറഞ്ഞിട്ടില്ല, അത് ഞങ്ങൾ വിഡ്രോ ചെയ്യാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഫേസ്ബുക്കിലും
വാട്സപ്പിലും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ. അതിനുശേഷം വേറൊരു മഹാൻ വണ്ടിക്കകത്ത് പെട്രോൾ ഓടുന്നത്, ബൈക്ക് ഓടുന്നത് പെട്രോൾ കൊണ്ടാണ്. ഈ മൈലേജ് കൂടുതലിട്ടായിട്ട് പെട്രോൾ ടാങ്കിനകത്ത് പേപ്പർ കീറി ഇട്ടു. വണ്ടി പറയുമ്പോൾ നിന്നുപോയി. വർഷോപ്പിൽ കൊണ്ടു കൊടുത്തപ്പോൾ പെട്രോൾ ടാങ്ക് വിളിച്ചപ്പോൾ നിറച്ച് പേപ്പറിന്റെ പൊടികൾ. ചോദിച്ചോളെ പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മൈലേജ് കൂടുതലിട്ടെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മന്ദബുദ്ധികളായ ആളുകളുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ വർത്തമാന കേരളം. ഇനി പ്രശസ്ത സിനിമാതാരം, സിനിമാക്ക് പ്രശസ്തിയാണെന്ന് അറിയാൻ പാടില്ല, സിനിമാതാരം ധന്യ മേരി വർഗീസ്, അവര് ഉടമ്പടി എടുക്കാനായിട്ട് വെമ്പി നിൽക്കുകയായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 2-3 കാര്യങ്ങൾ അവരെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഒരു 2014 ഡിസംബർ 16 130 കോടി രൂപയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് കൊടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അവരെ ഭർത്താവിനെ ജാമ്യം എടുത്ത് പുറത്ത് വന്ന് ഇപ്പോഴും കേസ് നടക്കുകയാണ്. അപ്പൊ അതിന് ശേഷം അവരുടെ ആങ്ങളുടെ കല്യാണം നടക്കുന്നില്ല. അവര് ആരോ പറഞ്ഞു അവിടെ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അവർ ഓടി ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏതോ ഹൈ റെക്കമെൻഡേഷൻ ആരോ പറഞ്ഞിട്ടാണ് അവർ എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്തു. അവര് ഈ പറയുന്ന പോലെ, ആദ്യം പറഞ്ഞ പോലെ 6-9 ഈ പറയുന്ന എത്ര ദിവസത്തേക്ക്, ആ ദിവസത്തേക്ക് അവർ കൃത്യമായിട്ട് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവർക്ക് അത്ഭുതം ഉണ്ടായി. ആങ്ങളുടെ കല്യാണം നടന്നു. അത് അവർ കാണുന്നത് ഇതിന്റെ മികവായിട്ടാണ്. രണ്ടാമതൊരു കാര്യം, അവരുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റായിട്ട് ലക്ഷോർ അഡ്മിറ്റാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ സർജറി ചെയ്യുന്ന ദിവസം, ആ ദിവസം അവർ ഷൂട്ട് എവിടെയാണ്. അപ്പോൾ രാവിലെ ഈ ആദ്യം പറഞ്ഞ നീലത്തിരി, സന്ധ്യയ്ക്ക് പച്ചത്തിരി കത്തിക്കണം. അപ്പോൾ ഈ തിരി അവരടുത്തുണ്ട്. അവരെവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടാക്കി സമയം തെറ്റി. ആ സമയത്തൊന്നല്ല, ആ സന്ധ്യാസമയമൊക്കെ മാറിയിട്ടൊക്കെ രാത്രി എപ്പോഴോ അവർ ഷൂട്ട് ചെയ്യുന്ന 12 മണി വേണ്ടിയുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അവരിത് കത്തിച്ചു പ്രാർത്ഥിച്ചു. എന്തായാലും അവർ പറയുന്നത് സർജറി വേണമെന്ന് വെച്ചൊന്നല്ല, സർജറി നന്നായിട്ട് നടന്നു. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ലക്ഷോർ പോലെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് നടക്കാമെന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നും അല്ല. എൻ്റെ ഞാൻ ഇൻഷുറൻസ് ഏജന്റാണ്. എൻ്റെ കുറേ പോളിസി ഹോൾഡേഴ്സ് ആയ ആൾക്കാർക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്ന സ്ഥലം അവിടെ. മരിച്ചു പോകുന്ന ഓർത്ത ആൾക്കാർ പോലും രക്ഷപ്പെട്ട ചരിത്രമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ സംഭവം. അവർ പറയുന്നത് എൻ്റെ അമ്മയുടെ ആ ഒരു സർജറി വിജയകരമായത് ഞാൻ ഈ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ്, എൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞത് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ ചരിത്രമാണ്, വർത്തമാനമാണ്. ഇനി എൻ്റെ സംശയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതും കൂടി കേൾക്കുക, പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ്. ഈ കോട്ടയം ആശ്രമ കൃപാസനം ഉള്ളപ്പോൾ തന്നെയാണ് കേരളത്തിലെ കത്തോലിക്ക സഭ ഒട്ടനവധി ആശുപത്രികൾ, വളരെ ആധുനിക സൗകര്യങ്ങളുള്ള, മോഡേൺ ടെക്നോളജി, ഏറ്റവും ഉയർന്ന മോഡേൺ ടെക്നോളജിയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത് ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ്, അല്ലെങ്കിൽ മറ്റുള്ള സഭകൾ ഏതായിക്കോട്ടെ സഭകളാണ്. ഇപ്പോൾ എറണാകുളത്തിന് എടുക്കാം. എറണാകുളം ചുരുക്കം പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ലിസി ഹോസ്പിറ്റൽ, ലൂർദ് ഹോസ്പിറ്റൽ, രാജഗിരി, പാലായിൽ മരിയൻ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റൽ പാലായിൽ വേറെ വന്നിട്ടുണ്ട്. ചെറിയ ഹോസ്പിറ്റൽ കാരിത്താസ് ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലാണ്. ഇനി അങ്ങനെ ഓരോ ജില്ല എടുത്ത് നോക്കിയാലും ഈ ക്രിസ്തുവിന്റെ പേരിലോ അല്ലെങ്കിൽ സഭയുടെ പേരിലോ അനേകം ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ മുഴുവൻ ഈ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവരാരും അവിടെ വരുന്ന ഡോക്ടർമാർ നിങ്ങൾ ഇവിടെ ചികിത്സിക്കേണ്ട, നേരെ കൃപാസനിൽ പോകൂ, പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നതായിട്ട് നമുക്കറിയില്ല. അവര് ചിലപ്പോ നിങ്ങൾ ഈ ഗുരിക മരുന്ന് കഴിച്ചോളൂ കൂടെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. അതൊരു 50-50 ചാൻസ്. എന്തെങ്കിലും എനിക്ക് പറ്റിയാലും ഞാൻ കൊടുക്കുന്ന മരുന്ന് ഫലിച്ചില്ലെങ്കിൽ എന്നെ തെറി പറയുന്ന ഓർത്തിട്ടാണ്. അപ്പൊ ഒരു 50% സാധ്യത വെച്ചിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കൂ പിന്നെ പ്രാർത്ഥിച്ചോ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിനകത്തുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം, ആന്തരികമായ എന്നുവെച്ചാൽ പ്രത്യക്ഷത്തിൽ കാണാത്ത അസുഖങ്ങളാണ് 99% അവിടെ നിന്ന് മാറുന്നത്. ഞാൻ ആ യൂട്യൂബിൽ പരിധി നോക്കിയപ്പോൾ അതിനകത്ത് മുറിച്ചുണ്ട് വന്ന ഒരാളോ, വെള്ളപ്പാണ്ട് വന്ന ഒരാളോ, ഇനി കോങ്ങണ്, കഷണ്ടി, അകാലനര, തിമിരം, മുറിഞ്ഞു പോയ കൈകാലിന്റെ എന്താ പറയാ ക്രമീകരണം, ഇങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അങ്ങനെ വന്ന ഒരാൾ മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഇല്ല. വന്നിട്ടുള്ളത് ഞാൻ കാണുന്നത് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കാണുന്നത് എന്താ, എനിക്ക് ആമാശയത്തിൽ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒരു എനിക്ക് ചിരി വന്നു, അത് രസമാണ്. ഒരു 3-4 പേര് നിൽക്കുകയാണ്, കണ്ണൂരുള്ള ഒരു ഫാമിലിയാണ്. എന്നിട്ട് മോളൊരു അസുഖത്തെ പറ്റി പറഞ്ഞു, അതിനെ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് എനിക്ക് 1 മാസമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ വയറ്റിൽ നിന്ന് പോയെന്ന്. ഒരു ഡോക്ടറെ കണ്ട് ഒരു ഗുളിക കഴിച്ചാൽ തീരാവുന്ന കേസുള്ളൂ. ഞാൻ പറഞ്ഞത്
ഇത്രയും വളരെ എന്താ പറയുക, നമുക്ക് പോലും കേട്ടാല് എന്താ പറയുക, ഒരു ഇതിങ്ങനെയാണോ കേരളത്തിന്റെ ഒരു പുരോഗമന സമൂഹവും സാക്ഷര കേരളവും സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അതാണ് ഒരു കാര്യം. ഇനി ഞാൻ അതിനകത്ത് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട വേറൊരു കാര്യം, പരമാവധി അതിനകത്ത് അസുഖങ്ങൾ മാറുന്ന ആളുകൾ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സ് വരെ ഉള്ളൂ. താഴെയുള്ള താഴെപ്പട്ടിണിക്കാരായ ആളുകൾ, കാശുള്ളവരൊക്കെ ഉണ്ട്, എല്ലാം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ അവർ മുതൽ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വരെ മാത്രമേ ഉള്ളൂ. അവിടെ ഒറ്റ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പള്ളിയിലച്ഛനോ ഒരു മെത്രാനോ ഒരു ആരെയും മേലോട്ടുള്ള ആരെയും ആയിക്കോട്ടെ, ആരായാലും അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം മാറിയതായിട്ട് അവരാരും പറഞ്ഞു കേട്ടില്ല. മറിച്ച് മാർപ്പാപ്പയ്ക്ക് പാർക്കിൻസൺസ് രോഗം വന്നപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയതായിട്ടും ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ ചാലക്കുടി മുരിങ്ങൂരെ ഡോക്ടർ അച്ഛൻ നാക്കാൻ പറഞ്ഞു, അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്ത് പോയതായിട്ട് നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ അറിയുന്നുണ്ട്. അപ്പൊ ഇതൊരു വിഷയമായിട്ട് അവരെടുക്കുന്നുണ്ടോ? ഒന്ന്. ഇനി അടുത്തൊരു കാര്യം, ഈ കൃപാസനത്തിൽ ഇരിക്കുന്ന അവർ പറയുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാതാവാണ്, ക്രിസ്തുവിന്റെ അമ്മയായ മാതാവാണ്. ഈ മാതാവിന്റെ പേരിൽ കേരളത്തിൽ അനേകം പള്ളികളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എടുക്കാം, വേളാങ്കണ്ണി പറയുന്ന അവിടെ ഇരിക്കുന്നത് മാതാവാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, രാജനറിയാവുന്നവരാണ്, തൈക്കാട്ടമ്മ കന്യാമാതാവാണ്. തൃപ്പൂണിത്തുറ ഒരു പള്ളിയുണ്ട്, വിശുദ്ധ മേരി. പിന്നെ അങ്ങനെ നമ്മൾ വല്ലാർപാടത്തുള്ളത്. ഞാൻ പറയുന്നത് ഇങ്ങനെ അനേകം പള്ളികൾ ഈ മാതാവിന്റെ പേരിലുണ്ട്. ഇവിടെ ഒന്നുമില്ലാത്ത ഒരു ശക്തി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെല്ലുന്ന വിശ്വാസികൾക്ക് അനുഭവപ്പെടുവാണെങ്കിൽ, അത് വിശ്വാസികൾ വേറെ പുതുതായിട്ടുണ്ടാവുന്നതല്ലോ. വല്ലാർപാടത്ത് പോകുന്നത് തന്നെയല്ലേ അങ്ങോട്ട് പോന്നേ, വേളാങ്കണ്ണി പോകുന്നത് തന്നെയല്ലേ അങ്ങോട്ട് പോന്നേ, ഉദയംപേര് തൈക്കാട്ടുപള്ളി പോകുന്നവർ തന്നെയല്ലേ അങ്ങോട്ട് പോന്നേ. വേറെ പുതുതായിട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല, ഈ ഉള്ളവർ തന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അവർക്ക് ഇവിടെ പോയിട്ട് ശരിയായില്ല, അവിടെ പോയിട്ട് ശരിയാവും എന്ന് പറയുന്നതിനകത്തൊരു ലോജിക്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ നമ്മുടെ അടുത്ത് ആലുവയിൽ ഒരു കീഴ്മാട് അന്ധവിദ്യാലയമുണ്ട്. നമുക്കറിയാം, എനിക്കൊക്കെ അവിടെ നിന്നൊക്കെ ചാരിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഫോൺ വിളിക്കും. നമ്മൾ ഈ ടാക്സ് പേ ആയ ആൾക്കാർക്കൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് അവർ സാറേ അത് ഇന്നൊരു പ്രശ്നമുണ്ട്, അവിടെ നമുക്ക് ഫണ്ട് വേണം. അത് ഞാൻ പറയുന്നത് തെറ്റൊന്നുമല്ല, അങ്ങനത്തെ ഒരു ആശ്രമമുണ്ട്. അവിടെ എന്താ, ജന്മനാ കണ്ണില്ലാത്ത കുട്ടികളാണ്. അത് എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടാവാം, അവിടെ ആ മതത്തിൽപ്പെട്ടവരുണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. ഈ വിദ്യാലയമോ, ഇനി ഞങ്ങളുടെ നാട്ടിലൊരു കോട്ടയത്ത് അവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നീർപ്പാറ എന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു മൂകബദിര സ്കൂളുണ്ട്, സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളാണ്. പിന്നെ കുറെ വേറെ ഉണ്ട്, നമ്മുടെ പരിചയത്തിൻ്റെ കുറെ കാണും. ഇവിടെ എല്ലാം ഒരു ഉടമ്പടി എടുപ്പിച്ചാൽ പോരെ, പ്രശ്നം തീരുമെങ്കിൽ. ഇവരാരും ഒരാശുപത്രിയിൽ ചെന്ന് ഉടമ്പടി എടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോഴും കിട്ടിയിട്ടില്ല. ഉടമ്പടി എടുക്കേണ്ട ആൾക്കാർ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കണം, എന്നാലേ ആ സ്ഥാപനത്തിനോ വികാരിക്കും ആ സഭയ്ക്കും ഗുണമുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക്, ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണെങ്കിൽ എനിക്ക് ലിസി ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ എറണാകുളത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കുറച്ച് പേരെങ്കിലും വിളിച്ചു കൂട്ടിയിരുന്നു, നിങ്ങൾ നിൽക്കൂ, ഞാൻ ഉടമ്പടി എടുക്കൂ, ഞാൻ മീഡിയേറ്റർ ആണല്ലോ, ഞാൻ അങ്ങോട്ട് പറയാം. എന്നിട്ട് വൈഫൈ കണക്ഷനുള്ള ആള് അവരോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിങ്ങളെ അസുഖങ്ങൾ മാറ്റിയാൽ എത്രയോ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെ വിശ്വാസിയാവൂലേ? തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. ഇനി അടുത്തത്, കോവിഡ് വന്നു. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഈ സമയത്ത് ഈ സ്ഥാപനം ഏതെങ്കിലും തുറന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഈ വചനോത്സവ മാസിക നടത്തുന്ന സ്ഥാപനം ഉൾപ്പെടെ എല്ലായിടത്തും എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടുകയും കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ളൊരു ലേബലിലേക്ക്, ഒന്നും തൊടാൻ പാടില്ല, ടച്ച് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും ചെറിയൊരു വൈറസിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത പേടിക്കുന്ന ഒരു മഹാശക്തിയായ ഒരു ദൈവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഉള്ളവർക്കോ കുറച്ച് എന്താ പറയുക ബുദ്ധി ഉള്ളവർക്കോ അത് ഓടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ വി ടി ജോസഫ് തന്നെ, ഞാൻ ഈ പറഞ്ഞ കൃപാസനത്തിന്റെ എഡിറ്റർക്ക് വി ടി ജോസഫ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലായിരുന്നു, പനി വന്നിട്ടില്ല. അദ്ദേഹത്തിന് കൃപാസനം എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മളത് പറയുമോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് ഒരു വിശ്വാസി ചോദിച്ചായിട്ട് നമ്മൾ കണ്ടില്ല. നായ്ക്കാമ്പറമ്പ് അങ്ങനെയാണ്. ഇവരും ലോകത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ അസുഖം മാറ്റി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നായ്ക്കാമ്പറമ്പിനെ പറ്റി ഒരു ഇതും പറയുന്നുണ്ട്. എത്രയോ 5 ഭൂഖണ്ഡങ്ങളിലെങ്ങാണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നതാണ്. ഏതാണ്ട് 10,000 പ്രഭാഷണങ്ങൾ. അത്രയും ആൾക്കാരുടെ ബുദ്ധി കളഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര സ്ഥലത്ത് പോയി പുള്ളി
ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം. ഇനി സമൂഹത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മളിപ്പോൾ പോപ്പുലർ ആയിരിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു ശൈലി എല്ലാ സമൂഹത്തിലും കാണും, ഇവിടെ ഉണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു സിനിമാ പ്രവർത്തകനാണ് നടൻ ശ്രീനിവാസൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട്, ഇപ്പം കണ്ടനാട്, അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം കുറച്ച് കൃഷിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. 2 കാര്യത്തിൽ അദ്ദേഹം ഒരു സമയത്ത്, ഇപ്പോഴല്ല 2022 മുമ്പാണ്, 2 കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റോങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഒന്ന്, ക്യാൻസർ രോഗം പിടിപെട്ടാൽ ചികിത്സയില്ല, മരണം ഉറപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കുറേ സർവൈവ് ചെയ്ത ക്യാൻസർ രോഗികൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഞങ്ങൾ അസുഖം മാറിയതാണ്, ഞങ്ങൾ ഇന്ന ബ്രസ്റ്റൊക്കെ ക്യാൻസർ ഒന്ന് മാറ്റിയാലും പിന്നെ ജീവിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ക്യാൻസർ വന്നാൽ മരണം ഉറപ്പാണേ. ഒരു കാര്യം അത് ഇങ്ങനെയുള്ള ആൾ പറയുന്നതുകൊണ്ട് ജനം കുറേ എടുത്തിട്ടുണ്ടാവും. 2ാമത്തെ കാര്യം, അലോപ്പതി മരുന്നെടുത്ത് കടലിറങ്ങിയേക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ആയിരിക്കാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് കരുതുന്ന അനേകമായിരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. 2022 മാർച്ച് 30 ശ്രീനിവാസന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായി. നമ്മളൊക്കെ വായിച്ചാണ്. ഇപ്പോൾ പുള്ളി ആക്റ്റീവ് അല്ല. അദ്ദേഹത്തിന് ജന്മസ്ഥലമായ കണ്ടനാട് നിന്ന് 4 കിലോമീറ്റർ ദൂരമുള്ളൂ ലോകത്തെ ഏറ്റവും വലിയ ഹോമിയോ മെഡിക്കൽ കോളേജായ പടിയാർ മെഡിക്കൽ കോളേജ്. അദ്ദേഹം അങ്ങോട്ട് പോയില്ല. പുതിയാവിലൊരു ആയുർവേദ കോളേജ് ഉണ്ട്, ഏറ്റവും സർക്കാർ ആയുർവേദ കോളേജാണ്, നമുക്ക് പലർക്കും അറിയുള്ളതാണ്. ഏതാണ്ട് കണ്ടനാടത്ത് 3.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അദ്ദേഹം അങ്ങോട്ടും പോയില്ല. ഇനി 3ാമത്തെ കാര്യം, അദ്ദേഹം വൈറ്റിലയിൽ ചമ്പക്കരയിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ജയിക്കപ്പടക്കം ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിജീവനം അതിലേക്കും അദ്ദേഹം പോയില്ല. അദ്ദേഹം പോയത് അവിടുന്ന് 48 കിലോമീറ്റർ ദൂരെയുള്ള അപ്പോളോ ഔട്ട്ലെറ്റ്സ് ഹോസ്പിറ്റലിലേക്ക്, അങ്കമാലിയിലെ. എന്തായിരിക്കും കാര്യം? സ്വന്തം ജീവൻ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. അത് ചെയ്തതുകൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം എന്ത് തന്നെയായിരുന്നു? ട്രിപ്പിൾ മെസൽ ഡിസീസ് എന്ന് വെച്ചാൽ ധമനികളിൽ രക്തം ഒഴുകുന്നത് തടസ്സപ്പെടുന്നു. അതായിരുന്നു ധമനി, രക്തം ഒഴുകിയില്ലെങ്കിൽ പിന്നെ ഹാർട്ട് പ്രശ്നം നിന്ന് പോകും. അതായിരുന്നു അസുഖം. എന്നാലും സർജറി ചെയ്തു. അദ്ദേഹം കുറേ നാൾ റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ സജീവമായിട്ടല്ലെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ട്. അത് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ഈ വലിയ മഹത്തരമായ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു ചോദ്യമായിട്ട് കാണുന്നു. അടുത്തൊരു കാര്യം പറയുന്നത്, ഈ സാക്ഷരതയിൽ മുമ്പിലാണെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സാധനം, അഥവാ വിമർശനാത്മക ചിന്ത ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ ഉള്ളത്. കുട്ടികളിൽ, ജനങ്ങളിൽ, സമൂഹത്തിൽ ഇതൊന്നും ഇല്ല. അത് കൂട്ടേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പറയുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ, അത് ഡോക്ടറോ എഞ്ചിനീയറോ ശാസ്ത്രജ്ഞനോ സിനിമാടനോ അല്ലെങ്കിൽ കുടുംബ അച്ഛനോ അമ്മയോ അധ്യാപകനോ പ്രധാനമന്ത്രിയോ ഇനി പ്രസിഡന്റോ ആര് പറയുന്നു എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ അതിനകത്തുള്ള ലോജിക്ക്, ഇത് ശാസ്ത്രീയ പരീക്ഷണം വഴി തെളിയിക്കാൻ പറ്റിയ കാര്യമാണോ എന്ന് പറയുന്നത് നമ്മൾ കരുതുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാരാഷ്ട്രയും കർണാടകയും നിലവിൽ അന്ധവിശ്വാസ നിരോധന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ ഇത് പാസ്സാക്കിയാൽ കൃപാസനം പോലെയുള്ള ഉഡായിപ്പുകളെ, ഞാൻ ഒറ്റ കാര്യം മാത്രമല്ല ഉഡായിപ്പ് എന്ന് വെച്ചാൽ, അത് മാത്രമല്ല അനേക സംവിധാനങ്ങളുണ്ട്, അവരെ ഉൾപ്പെടെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്താൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ കുറയ്ക്കാനും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ നമ്മൾ കരുതുന്നു. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ സേവിച്ച എല്ലാവർക്കും നന്ദി.